الله تنسى الله ഇരന്തി നടിൽകളെ അറുക്കേയും അത് ഭുജിക്കേയും കമർ കുടിക്കേയും ഇടര ഭജത സംഘടിക്കേയും ദഫ് മണിക്കേയും ചുള വിളിക്കേയും അല്ലാഹ് അല്ലാഹ് തൻസാ മൂളിയാർ പഞ്ചായത്തിലെ ആലൂർ, മുണ്ടക്കയം, ബാവിക്കര പ്രദേശത്തുകാരായ 20ഓളം യുവാക്കളാണ് UAE നിവാസികൾക്ക് ദഫിൽ പഴമയുടെ തനിമ സമ്മാനിക്കുന്നത്. യാരിഫായ് അല്ലാഹ് സൈനില്ല അല്ലാഹ് യാ മഖ്ലാമർ യാ മഖ്ലാമർ യാ മഖ്ലാമർ യാ ഷൈഖ് ഷൈഖുനാ യാ മഖ്ലാമർ യാരിഫായ് അല്ലാഹ് സൈനില്ല അല്ലാഹ് യാ റബ്ബി സല്ലി അലൽ മഹ്ശൂഖി ദിൽലിലാമി യാ ഫഖ്റ ഫീ ഹാദിഹിൽ അഖ്വാലി ആലൂരിലെ നുസ്രത്തുൽ ഇസ്ലാം ദഫ് സംഘം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് 3 വർഷം മുൻപ് UAE-യിൽ പിറവിയെടുത്തത്. ഈ കല എങ്ങനെയെങ്കിലും നാട്ടുകാരെ നമ്മൾ UAE-യിലുള്ളപ്പോൾ ഇത് UAE-യിലേക്ക് എത്തിച്ച് നമ്മുടെ ഇവിടെ പല ക്ലബ്ബുകളിലും പല വേദികളിലും പല സംഘടനകളിലും നമുക്ക് മുട്ടി അവതരിപ്പിക്കണം എന്ന് നമുക്കൊരാഗ്രഹമുണ്ടായി. ഞങ്ങൾക്ക് അവധി കിട്ടുന്ന അവസരങ്ങളിൽ അത് നഷ്ടപ്പെടാതെ അത് സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും UAE-യിൽ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങളിലും ഞങ്ങൾ ദഫ് മുട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പ്രത്യേകിച്ചിട്ട് അവസാനം ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിലാണ് നമ്മളെ ശ്രദ്ധേയമായ ഇന്ത്യൻ പവനിൽ നമ്മൾ ദഫ് മുട്ടുകയും അവിടുത്തെ സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് നൽകുകയും ഉണ്ടായി. സംഗീതത്തിന്റെ താളത്തിനനുസരിച്ച് നിന്നും ഇരുന്നും ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും ചാഞ്ഞും ചരിഞ്ഞും ദഫിൽ താളമിടുന്നതിലൂടെ ഇസ്ലാമിക ചരിത്രത്തിലേക്കാണ് സന്ദർശകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഈ പാട്ടിലൂടെ നമ്മൾ ആലപിക്കുകയാണെങ്കിലും ഇതിലൂടെ ജനങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ചരിത്രമാണ്. ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളാണ് കൂടുതലും അവർക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ബദർ പാട്ട് പാടങ്ങളിൽ ബദർ ചരിത്രങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ ഉഹദും ഹന്തക്ക് ഹൈബർ ഹുനൈൻ എന്നീ പടപ്പാട്ടുകൾ ആ ബദർ പടയുടെ ഒരു ചരിത്രങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിക്കപ്പെടാൻ പോകുന്നത്. ആദരവായ റസൂലി നബീം ഖുറൈശികളിടയിൽ ജനിച്ച നബീം മക്കമിനിജ്റ പോയ നബീം മദീനോമിൽ മറൈന്ത നബീം അല്ലാഹ് ആദരവായ റസൂലി നബീം അല്ലാഹ് ഖുറൈശികളിടയിൽ ജനിച്ച നബീം അല്ലാഹ് എല്ലാ രംഗത്തും എന്ന പോലെ ദഫിലും ന്യൂ ജനറേഷൻ കടന്നുകയറ്റമുണ്ടെങ്കിലും തനിമയെ സംരക്ഷിക്കാനാണ് തങ്ങളുടെ ശ്രമമെന്ന് ഇവർ പറയുന്നു. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കാലങ്ങളിൽ ഉപയോഗിക്കുന്ന ആൽബങ്ങളും മറ്റു പുതുതലമുറകളുടെ ഗാനങ്ങളുമൊന്നും ദഫ് മുട്ടിൽ പ്രായോഗികമല്ല. തീർച്ചയായിട്ടും ഇസ്ലാമിക പൂർണ്ണമായും അനുവദനീയമായ ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് കൂടുതലായും ദഫ് പ്രദർശിപ്പിക്കുന്നത്. ചില കല്യാണ വേദികളിലാണെങ്കിൽ നമ്മൾ അതിൻ്റേതായ ഒരു രീതിയിൽ കൂടുതൽ ഇസ്ലാമിൽ അനുവദനീയമായിട്ടുള്ള കുറച്ച് കല്യാണ ഗാനങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ പ്രദർശിപ്പിക്കാറുണ്ട്. സ്റ്റേജ് പരിപാടികളുടെ പരിമിതി അനുസരിച്ച് 8, 10, 12 അംഗങ്ങൾ അണിനിരക്കും. ഈണത്തിനനുസരിച്ച് താളവും ചുവടും മുറുകുന്നത് കലാസ്വാദകരെ ഏറെ ആകർഷിക്കുന്നു.
അല്ല സാമിഞ്ചിനാനുടെ അഹ്ലോരാം സാനിക്കുഴലുകളെ പൂമോരാം. മാപ്പിളപ്പാട്ടിനും കലയ്ക്കും സ്വന്തമായ നിയമവും താളവുമുണ്ട്. എന്നാൽ പരമ്പരാഗതമായി കൈവന്ന വഴി മാത്രമേ ഇവർക്ക് വശമുള്ളൂ. ഈ പാരമ്പര്യ കലയുടെ സംരക്ഷണത്തിനായി മറുനാട്ടിലെ ജോലി തിരക്കിനിടയിലും സമയം കണ്ടെത്തുന്നു ഇവർ. UAE-യിലെ വിവിധ എമിറേറ്റുകളിൽ ഉള്ളവർ അവധി ദിവസങ്ങളിൽ ദഫ്മുട്ടിന്റെ പരിശീലനത്തിനായി ഒരിടത്ത് ഒത്തുചേരുന്നു. എല്ലാ സമയത്തും എല്ലാവർക്കും എത്താൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ അബുദാബിയിലുള്ളവർ ഷാർജയിൽ പ്രോഗ്രാം നടക്കുമ്പോൾ അല്ലെങ്കിൽ ദുബൈയിൽ പ്രോഗ്രാം നടക്കുമ്പോൾ എത്താൻ പറ്റുന്നില്ല, ലോങ് ആയതുകൊണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് കൽബയിലാണ്. എന്നിരുന്നാലും ഇപ്പോൾ അജ്മാലിൽ ജോലി ചെയ്യുന്നത്, എന്നിരുന്നാലും ഞങ്ങൾ എല്ലാ സമയങ്ങളും മാറ്റിവെച്ച് ഇതിലേക്ക് ഞങ്ങൾ ഒരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് ദഫ് പഠിച്ച് എത്തിയവരാണ് ഏറെയും. എങ്കിലും AT മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ചിട്ടയായ പരിശീലനം നടത്തിയാണ് പൊതുവേദികളിൽ ചുവടുവെക്കുന്നത്. അംഗങ്ങളിൽ പലരും നാട്ടിൽ യുവജനോത്സവ വേദികളിൽ തിളങ്ങി സമ്മാനം നേടിയവരുമാണെന്ന പ്രത്യേകതയുമുണ്ട്. ഖുറൈശികളിടയിൽ ജനിച്ച നബീം, മക്കമിൻ ഹിജ്റ പോയ നബീം, മദീനയിൽ മറൈந்த നബീം.